ഹലോ ഗൈസ്, നമുക്ക് ഇന്നത്തെ തന്നെ തന്തേനെ തള്ളേനെ വരെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണും. ഇത് ഏത് പാണ്ടിക്കാരാണെന്ന് എനിക്കറിയാൻ വയ്യ. ഇയാളെ മോന്ത ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങൾ. അയാളെ മോളെ പ്രായം പോലും ഇല്ലാത്ത പെങ്കച്ചിന്റെ അടുത്താണ് ഇമാതിരി കന്നന്തിരി കാണിക്കണം. അയാൾ വീഡിയോ എടുക്കേണ്ടിയില്ലായിരുന്നു, ഒന്ന് സ്പോട്ടിൽ പൊട്ടിക്കാമായിരുന്നു, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് തെളിവിന് വെക്കാമായിരുന്നു, സോഷ്യൽ മീഡിയയിൽ ഇടണ്ടായിരുന്നു. ഇല്ല, പുരിയല്ലേ ഇമാതിരി ഉള്ളവന്മാരെ പബ്ലിക്കിന് മുന്നിൽ തുറന്ന് കാണിക്കണല്ലേ നല്ലത്. ഇതിപ്പോ വീഡിയോ പുറത്ത് വന്നോണ്ട് ഇയാളെ കയ്യിൽ ഇമാതിരി കന്നന്തിരി കൊണ്ടെന്ന് നാട്ടുകാർ അറിഞ്ഞ് ഇല്ലായിരുന്നു എന്ത് ചെയ്യുമായിരുന്നു. നാളെ ഇതേപോലെ വേറൊരു കൊച്ചിന്റെ അടുത്ത് അല്ലെങ്കിൽ നിന്റെയൊക്കെ കൊച്ചിന്റെ അടുത്ത് തന്നെ ഇമാതിരി കന്നന്തിരി കാണിക്കും. എനിക്കിത് പറയാൻ പോകുന്നൊന്നും അറിഞ്ഞുകൂടാ. ഇമാതിരി ഉള്ളവന്മാരെ പോലീസിൽ കൊടുക്കണേക്കാളും നല്ലത് നാട്ടുകാർ കയറി മേയണതാണ്. ഒരാൾക്കൂട്ടം കയറി കൊയ്തങ്ങ് വിടുമ്പം അവന്റെ ആ കഴപ്പങ്ങ് തീരും. അങ്ങനെയും കുറച്ച് പേടി ഉണ്ടാവും. മറ്റാണെങ്കിൽ ജയിലിൽ കൊണ്ടിട്ട് അവനെ തീറ്റി പോറ്റി പെരിക്കിങ് വിടും വെളിയിലോട്ട്. ഇങ്ങനെയുള്ളവരെ കണ്ട അപ്പ കൊടുക്കണം, അവന്റെ വീട് എടുക്കണം. ആ കുട്ടി പ്രതികരിച്ചതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ പുന്നാരമോനെ വൈറലാക്കിയതിൽ പങ്കുവഹിച്ച ക്യാമറമാൻ ബ്രോക്കും നന്ദി. ആ കൊച്ചിന്റെ മുഖം മറച്ച് വീഡിയോ ഇട്ടുകൊണ്ട് ക്യാമറമാൻ രക്ഷപ്പെട്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാനമ്മന് കിട്ടേണ്ട പകുതി തെറിയും ക്യാമറമാൻ കൊണ്ടുപോയേനെ. എന്തായാലും ഇങ്ങനെയുള്ളവരൊക്കെ നാട്ടുകാർ അറിയണം. എവിടെ ചെന്നാലും രണ്ട് കൊട്ടി കിട്ടണം, എന്നാലേ പഠിക്കുള്ളൂ. പൊന്നു മക്കളെ, ഇങ്ങനെയുള്ളവരെ അടുത്ത് വന്നിരുന്ന് കഴപ്പ് കാണിക്കണമെങ്കിൽ സ്പോട്ടി പൊട്ടിക്കണ അടി മുട്ടുടക്കി മൂക്കാമട്ടക്കെല്ലാം കയറ്റി കൊടുക്കണം പറഞ്ഞണം. ബാക്കി പിന്നെ എനിക്കൊരു പെങ്കൊച്ചാണ് വളർന്നു പറഞ്ഞത്, അതുകൊണ്ട് പറഞ്ഞു പോണതാണ്. എന്തായാലും അണ്ണനെ നോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. തനി ഒരുവൻ നിனைத்து விட்டால் നിனைத்து വിട്ടാൽ തനിയൊരു ഇപ്പം തനിയാൻ പരലോകത്ത് എത്തിയേനെ. ഇതൊക്കെ സൂക്ഷിക്കേണ്ട അമ്പാനെ. ശ്രദ്ധിക്കുന്നുണ്ടണ്ണ. ആരോടും യാത്ര പറയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല, എല്ലാവരെയും തിരക്കിയതായി പറയണം. ഇടയിൽ ഡേഞ്ചർ സാധനമാണ് കേട്ടോ ഈ മുതുക് പട്ടത്തിലൊക്കെ പിടിച്ചോണ്ട് നിൽക്കണത്. തനിയൊരുവൻ പോയതുണ്ടല്ല, അതാണ് ഒറ്റ പോക്കങ്ങ് പോകും. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. 90 அப்பான்டே ஆண்டி அப்படின்னா என்ன? தமிழில் போடு, இங்கிலீஷில் போடு. அதை திரும்ப சொல்கிறேன். மலையாளம் ഞാൻ മലയാളം അറിയാം, തമിഴ് ഇംഗ്ലീഷ് അറിയും. അണ്ണന് മലയാളം അറിയാന്ന്. 90 അപ്പാന്റെ ആന്റി തിരുത്തി കൊടുക്കാൻ നിൽക്കണ്ട, അങ്ങനെ ഇരിക്കട്ടെ. അല്ലേ പറഞ്ഞ ഇതിന് ഇങ്ങനെ അർത്ഥമുണ്ടാ. അർത്ഥം തിരുത്തി കൊടുക്കാനൊന്നും നിൽക്കണ്ട. അണ്ണൻ തന്തയ്ക്കും തള്ളയ്ക്കും ഉള്ള ചേർത്ത് ഇങ്ങ് തരും. Why should I? Why should I? Why should I? അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ കണ്ടോ നിങ്ങള്? ഫ്രണ്ട്സ് പടത്തിൽ ജഗതിയുടെ തലയിൽ ചുറ്റിക വീണ എക്സ്പ്രഷൻ അല്ലേ ഇത്? ക്യൂട്ട്നെസ്. ലേ വായു തല്ലല്ലേ മൊലാളി. കൈ പൊങ്ങരുത്, നിന്നെ പാടില്ല മോനെ. ചുട്ട ഇവിടത്തുള്ള വെറും വയറ്റിയെ കഴിച്ചാൽ ശമനം ഉണ്ടാകും. ചേട്ടാ, ഈ റിസ്കി ഷോട്ടുകളൊക്കെ ഒരു ഡൂപ്പിന് വെച്ച് ചെയ്തൂടെ? കളിയാക്കുന്നവന്മാരോട് ഈ പ്രായമാകുമ്പോ ജീവനോടെ ഉണ്ടായാൽ ചുമയും കുരയുമായിട്ടാവും നമ്മളൊക്കെ ജീവിക്കുക. നമ്മുടെ അച്ഛന്റെ പ്രായം ഇല്ലേ പുള്ളിക്ക്? ആരെ ദ്രോഹിക്കാതെ ആള് വീഡിയോ ചെയ്യട്ടെ, പാവം. ഓരോ പെണ്ണുങ്ങൾ പ്രായം നോക്കാതെ തുണി എടുക്കാതെ വീഡിയോ ഇടുന്നതിന്റെ കമന്റ് ബോക്സ് മൊത്തം പോസിറ്റീവ് കമന്റ് ആണ്. ഇങ്ങനെയുള്ള അമ്മമാരുള്ളതുകൊണ്ടാണ് നമ്മളെ പോലുള്ള ആൾക്കാരും ജീവിച്ചു പോണത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനിയും ചെയ്യണം, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് അമ്മ, നിങ്ങൾ ഇനിയും ചെയ്യണം. അണ്ണൻ എന്തോ അവിടെ ആണി അടിച്ച് നിർത്തിയേക്കണടാ. അല്ലെ ചേട്ടാ അനങ്ങാണ്ട് നിക്കാൻ, കുറച്ച് കഴിയുമ്പോ പോവായിരിക്കും. അണ്ണൻ നിന്നേൽപ്പിൽ സമാധി ആയോ? മിക്കവാറും ചേച്ചിയുടെ പെർഫോമൻസ് കണ്ട് അണ്ണൻ സമാധിയായി കാണും. അമ്പാനെ ബാറ്ററി ഇട്ടോട് കാണാൻ അണ്ണൻ തുള്ളട്ടെ. കാർ ഗിഫ്റ്റ് കിട്ടിയതിന്റെ സന്തോഷമാണെന്ന് തോന്നുന്നു. മതി മതി മതി, ഇത് കണ്ടപ്പോ ഒരു കവിതയാണ് ഓർമ്മ പറഞ്ഞത്. പാടാൻ പറ്റില്ല. ശിവലിംഗോണോടാ നീ ആ ചാക്കിട്ട് മൂടി വെച്ചിരിക്കണത്?
തുടക്കണ മോപ്പല്ലേ തലയില്? എടാ, 1 രൂപ ചെലവാക്കിയതാണ് പുള്ളിക്കാരൻ ബാഹുബലി റീക്രിയേറ്റ് ചെയ്തത്. അത് നിങ്ങൾ സമ്മതിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. ക്രിയേറ്റിവിറ്റി ക്രിമിഡിയ. ഇനിമേൽ ആ ടെറിട്ടറി നിന്റെ ഈ ടെറിട്ടറി എന്റെ എന്നൊന്നും പറയണ്ട. വിട്ടുപിടി. മൈ ടെറിട്ടറി. ആശുപത്രിയിലായടാ. Powerful people make places powerful. എന്തുമായി വരുന്നത്? പീരങ്കിയോ? ഒരാൾക്ക് അപകടം പറ്റുമ്പോൾ ഇങ്ങനെ ചിരിക്കരുതെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. സത്യം. പാനി വെക്സ് പൂ. ഓരോരുത്തന്മാർ ഐഡിയകളെ ഈ വണ്ടി തള്ളിക്കൊണ്ട് കേരളത്തിലോട്ട് വരണമെന്ന് ആലോചിച്ച് നോക്കിയാണ്. അണ്ണൻ പിന്നെ സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി ആയില്ലെങ്കിൽ ആക്കും ആൾക്കാർ. ഒന്ന് തുമ്മിയ വരെ മൈക്കും കോടാലിയും കൊണ്ട് പോണ ടീംസ് ആണ് ഇപ്പൊ ഉള്ളത്. പിന്നെ ഇന്റർവ്യൂ ആയി, ബഹളമായി. അണ്ണൻ വേറെ ലെവലും ആവും. എന്തോന്നറ ഈ കാണിച്ചു വെച്ചേക്കണത്? ഒരു കോഴിനെ മുഴുവനെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതില്. ഇതിലും നല്ലത് LKG പിള്ളേര് വരക്കി വരുന്നു. സൂപ്പർ ഗ്ലൂ. മോങ്ങ് നിനക്കത് അത്യാവശ്യം തന്നെ ഇരുന്ന് മോങ്ങ്. മുതുക്കന്മാരായിട്ടും തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലെന്നാണ്. അതായത് ഒട്ടണ മാത്രമല്ല, ഈ സാധനം പൊള്ളും. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ സബ് അടിക്കുക, ലൈക്ക് അടിക്കുക, എന്തെങ്കിലുമൊക്കെ കമന്റ് അടിച്ച് വിടി നിങ്ങള്. അപ്പൊ ടാറ്റാ, ബൈ ബൈ.